എൻ്റെ പേര് ആശാ പ്രസാദ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 7-ാം തീയതി 2-ാം മാസം ആദ്യമായി ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ പുണ്യഭൂമിയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഈശോയും അമ്മ മാതാവും എനിക്ക് നൽകിയ അനുഭവങ്ങളെക്കുറിച്ച് പറയാനാണ് വന്നത്. ഞാൻ ഒരുപാട് കടബാധ്യതയിലൂടെ വിഷമിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും. ഞാൻ പത്രത്തിലൂടെയാണ് ആദ്യം അറിയുന്നത്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഈ അൾത്താരയിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി തന്നത്. ഞാനിവിടെ വന്ന് എല്ലാവരും എഴുതുന്നത് പോലെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ എൻ്റേതായ ഒരു നിയോഗം ഞാൻ എഴുതിയില്ല. അതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എഴുതാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹിന്ദുമതക്കാരിയായതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ധ്യാനം കാണുകയും അച്ഛൻ്റെ രാവിലത്തെ പ്രാർത്ഥന കൂടുകയും അതുപോലെ സാക്ഷ്യങ്ങൾ ഞാൻ ഒരുപാട് കേൾക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനും മാതാവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാവരും ഓരോരോ അനുഭവങ്ങൾ പറയുന്ന കേട്ടപ്പോൾ ഞാനും ചോദിച്ചു, അമ്മേ എനിക്കും എന്തെങ്കിലും ഒരു അടയാളം തന്നൂടെ എന്ന്. എനിക്കും കുറേ വർഷങ്ങളായി എൻ്റെ വയറിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് കാര്യമാക്കാതെ പോയി. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ധൈര്യം കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഈ വേദന വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു. മാതാവ് അന്ന് രാത്രി തന്നെ എൻ്റെ വലതു കരത്തിൽ പിടിക്കുകയും എനിക്ക് വേദനയുള്ള ഈ ഭാഗത്ത് മാതാവിൻ്റെ സ്പർശനം എനിക്ക് നല്ല രീതിയിൽ കുറേ സമയത്തേക്ക് എന്നിട്ട് എന്നോട് പറയുകയുണ്ടായി, ഇവിടെ കുറച്ച് നീര് കെട്ടിക്കിടക്കുന്ന നമുക്കതങ്ങ് എടുത്തു കളയാമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു സാക്ഷ്യമാണ് എനിക്ക് മാതാവ് തന്നത്. അതാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ഭൂമിയും എല്ലാം ജപ്തിയുടെ ഭാഗത്തായിട്ട് നിൽക്കുകയായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്തും ഒരുപാട് കടബാധ്യത കൊണ്ട് ഞാൻ വിഷമിക്കുകയായിരുന്നു. ഞാനിവിടെ നിൽക്കുമ്പോഴും എനിക്ക് സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞാനങ്ങനെ ഇവിടെ 2ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായി ബാങ്കുകാർ വിളിച്ച് ജപ്തി ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മണ്ണെടുത്ത് എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി ഇടുകയും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നെ നാണം കെടുത്തരുതേ മാതാവേ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷ നേടണം. അങ്ങനെ ഞാൻ 2023 ഡിസംബർ 29-ാം തീയതി ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ഇവിടുന്ന് ഈ മണ്ണും ഉപ്പും എല്ലാം ചേർത്ത് എൻ്റെ ഭൂമിയിൽ കൊണ്ടുപോയി ഇടുകയും മാർച്ച് 30-ാം തീയതി ഞാൻ ആ ജപ്തിയിൽ നിന്നും രക്ഷ നേടുകയും ചെയ്തു. 2 പേര് എന്നെ സഹായിക്കുകയും എനിക്ക് ആ ജപ്തി ഒഴിയാൻ പറ്റുകയും ചെയ്തു. ഇത് എൻ്റെ ഒരു ആദ്യത്തെ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ മോൻ ഞാനിവിടെ ഉടമ്പടി വെക്കുന്നതിന് മുൻപ് പല സമയത്തും യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം എന്നോട് പറയുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നു കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഉടമ്പടിയിൽ ആ ഒരു നിയോഗം എൻ്റെ മോൻ്റെ ആഗ്രഹം ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവനെ 2-3 പ്രാവശ്യം അവന് ഓരോ സ്ഥലങ്ങൾ മാറി ശരിയായിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അച്ഛനെ കാണാനും അച്ഛനെ ബ്ലസ് ചെയ്ത സമയത്ത് ഞാൻ അവൻ്റെ പാസ്പോർട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും അച്ഛൻ ഈ അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവന് ഇന്ന് യൂറോപ്പിലേക്ക് പോകാനായിട്ട് ഇന്നലെയാണ് അവന് വിസ റെഡിയായി വന്നത്. ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാനത് മറ്റുള്ളവരോട് പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും ബൈബിളിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു. ഞാൻ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത് കേട്ട് ഞാൻ ആ ഭാഗം നോക്കി ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. റോമ 10:9 ഈ ഭാഗം ഞാൻ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട്
ഈശോയോടും മാതാവിനോടും അടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ 2 വർഷത്തോളം കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനും അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഒരുപാട് വചനങ്ങൾ മനസ്സിലാക്കുവാനും എനിക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച വന്ന് ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി പുതുക്കലിൽ ഞാൻ ആദ്യം വെച്ചത് എനിക്ക് പരിശുദ്ധാത്മാവ് നിറയ്ക്കണവേ ഈശോയെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ മാത്രം വേണ്ടിയല്ല, എനിക്ക് നിത്യത വരെയും എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഇനിയും വലിയ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് പറയാൻ ഞാൻ ഇനിയും അടുത്ത സാക്ഷ്യങ്ങളുമായിട്ട് ഇനിയും ഞാൻ ഈ അൾത്താരയിൽ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ ഞാൻ ഇനിയും വരും. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് കോടാനുകോടി നന്ദി. എൻ്റെ മോന് വിസ കിട്ടിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ടിക്കറ്റ് എടുത്ത് അയാൾ പോകും. അപ്പം ഇനിയും ഞാൻ ഒരുപാട് നന്ദികൾ ഈശോയോടും മാതാവിനോടും ഞാൻ പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രികളിലാണ് ഇപ്പം ഞാൻ കൊടുത്തത്. അത് ഈ പത്രത്തിൽ അച്ഛൻ എഴുതിയിരുന്നത് ഞാൻ പ്രത്യേകിച്ചും കണ്ടു. നിങ്ങൾ ഒരു നാണക്കേടും കൂടാതെ എനിക്ക് പോകാൻ നാണക്കേടില്ല, പക്ഷേ എന്നെ വഴക്ക് പറയുമോ, രോഗികൾ കിടക്കുന്നിടത്ത് കയറിപ്പോവാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ പത്രത്തിൽ ഇപ്പം ഞാൻ പത്രം വായിച്ചപ്പോൾ അച്ഛൻ അതിനകത്ത് എഴുതിയിരുന്നു, നിങ്ങളെ കൂടെ സഞ്ചാരി മാതാവ് കാണാൻ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകും, ആൾക്കാർ പലതും പറയുമെന്ന്. ഞാൻ ആ ധൈര്യത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന പത്രം ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ മോനും കൂടെ, മോൻ എന്നെ കൊണ്ടുപോയി, ഞാൻ കയറി എല്ലാവരോടും കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവിടെ കിടക്കുന്നവരെ എനിക്ക് തോന്നി, അവരെ ഞാൻ മിക്ക ആൾക്കാരെ ഞാൻ ഈശോയായി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സ്നേഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വരാൻ മനസ്സ് കാണിച്ചവരോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ ഞാൻ കൊണ്ടുപോയി ആഹാരം കൊടുക്കുകയും പിന്നെ റോഡരികിലിരിക്കുന്നവർക്കെല്ലാം എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ 2 പുതിയ കാണത്തോളായിരിക്കും ഞാൻ സ്വന്തമായിട്ട് വെച്ച് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ വഴിയരികിലിരിക്കുന്ന വയ്യാത്ത സുഖമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും പിന്നെ ഇവിടെ വരണമെന്ന് എന്നോട് പറഞ്ഞ് സഹായം ചോദിച്ചവർക്ക് ഞാൻ സഹായം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഇനിയും ഞാൻ ഒരുപാട് അങ്ങനെ തന്നെ ചെയ്യുമെന്നും അതുപോലെ തന്നെ എൻ്റെ മകന് 2.5 വർഷത്തോളം താമസിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. ആദ്യം 2 സ്ഥലം വെച്ചു. അതിനേക്കാളും മെച്ചമായ ഒരു സ്ഥലമാണ് അയർലൻഡ്. അവനേറെ സന്തോഷം കിട്ടിയ ഒരു സ്ഥലമാണത്. അമ്മയുടെ നാടാണ്. അത് ഞാൻ സാക്ഷ്യത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയത്. അമ്മയുടെ നാടായ അയർലൻഡിലേക്കാണ് അവൻ പോകുന്നത്. ഇത്രയും വർഷം ഞങ്ങൾ കാത്തിരുന്നതിൽ ഒരു വിഷമവും ഞങ്ങൾക്കില്ല. ഒരുപാട് ഈശോയോടും മാതാവിനോടും ഞങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞു. അവൻ്റെ ഇഷ്ടത്തിന് പറ്റിയ ഒരു സ്ഥലം അമ്മ തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നതും ഇതുപോലെ തന്നെ യേശുവിനെയും മാതാവിനെയും അറിയുന്ന വ്യക്തികളാണ് കൊണ്ടുപോകുന്നത്. അതിലുമൊക്കെ ഏറെ സന്തോഷമുണ്ട്. ഇനിയും ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഏറ്റവും സ്നേഹനിധിയായ ദൈവത്തിൻ്റെ പക്കലാണ് നാം വന്ന് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റുപറയുന്നത്. ആശ വളരെ ആഗ്രഹത്തോടെയും വളരെ പ്രത്യാശയോടെയുമാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് കരഞ്ഞപേക്ഷിച്ച് മധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത്. എവിടെയെല്ലാം ഈ മകൾ എത്തിച്ചേരുന്നു അവിടെയെല്ലാം വളരെ ശ്രദ്ധയോടെ ഈശോയെ കൊടുക്കുവാനും ബൈബിളിലൂടെ ഈശോയെ ശ്രവിക്കുവാനും ഈശോ നൽകുന്ന സന്ദേശങ്ങൾ അച്ഛനിലൂടെ ജോസഫ് അച്ഛനിലൂടെ ശ്രദ്ധാപൂർവം കേൾക്കുവാനും അതനുസരിച്ച് വചനങ്ങൾ പാലിക്കുവാനും വചനങ്ങൾ ഏറ്റെടുക്കുവാനും വചനങ്ങൾ സംഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുള്ള വലിയ കൃപയ്ക്കായി ഇനി അതരം കൊണ്ട് എന്നെ ഏറ്റുപറയുന്നവനെ റോമ 8:19 പറയുന്നത് പോലെ അതരം കൊണ്ട് ഈശോയെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ ജീവിതസാക്ഷിയായി നിത്യതയോളം ഈശോയെ അനുഗമിക്കുവാനും സ്നേഹിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആശായി ഈ അൾത്താരയിൽ നിറങ്ങുന്നത്. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആശയുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.